ഇന്ന് കഥയുടെ പേരാണ് പൈഡ് പൈപ്പർ എന്ന് പറഞ്ഞാൽ. ഇത് പണ്ട് തൊട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥയാണ്. പൈഡ് പൈപ്പറിന്റെ കഥ പറഞ്ഞുതരാം. ഒരു നാട്ടില് ഒരു നാടുണ്ടായിരുന്നു പണ്ട്. ആ നാട്ടില് ഭയങ്കര എലി ശല്യം ഉണ്ടായിരുന്നു. ആ വീടുകളിലെല്ലാം ഭയങ്കര എലികൾ കയറി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് എലികളെ തുരത്താൻ വേണ്ടി എന്തെങ്കിലും മാർഗം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ നാട്ടിലൊരു കൗശലക്കാരനായ ഓടക്കുഴൽ ഊതുന്ന ഒരാൾ വന്നു കേട്ടോ. അത് വായിച്ച് അയാള് നന്നായിട്ട് വായിക്കും. അയാൾ പറഞ്ഞ്, ഞാൻ എൻ്റെ ഓടക്കുഴൽ ഊതി ഈ എലികളെല്ലാം ദൂരെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നാട്ടുകാർ പറഞ്ഞു, ഓ നന്നായി, അപ്പൊ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പൈസയും തരാമെന്ന് ഈ നാട്ടുകാരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ദിവസം ഓടക്കുഴലൂതി അയാള് ഈ എലികളെല്ലാം അവിടെ നിന്ന് ഊതി ഇങ്ങനെ അയാൾ ഓടക്കുഴൽ വായിക്കുന്നത് ഈ എലികളെല്ലാം ഇയാളുടെ ബാക്കിൽ കൂടെ വന്നത്. അപ്പൊ ഇയാള് അത് നടന്ന് ഒരു കുന്നിന്റെ ചെരുവിൽ പോയി. ഈ എലികളും എല്ലാം കൂടെ അപ്പൊ അങ്ങോട്ട് കുന്നിന്റെ ചെരുവിലോട്ട് പോയി. അങ്ങനെ ആ നാട്ടിൽ നിന്ന് എലികളെല്ലാം പോയി. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ എലികളെല്ലാം തുരത്തിയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പറഞ്ഞ കാശ് തരണമെന്ന്. അപ്പൊ ഈ നാട്ടുകാർ പറഞ്ഞ്, ഇനി എലികളെല്ലാം പോയില്ലേ, ഇനി നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ ഒന്നും തരൂലെന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിഷമായിട്ട് പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് ചതിയാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പൈസ ഒന്നും തരില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്ന് പറയട്ടോ, അയാള് ആ ഓടക്കുഴലെടുത്ത് ഒന്നും കൂടെ ഇത് വായിച്ചത് എന്ത് വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാ കുട്ടികളെ ഈ എലികളെ പോലെ ഈ മജീഷ്യൻ ഈ പാട്ടുകാരന്റെ ബാക്കിൽ നിന്ന് നടന്നു പോയി. അയാൾ ഈ കുട്ടികളെയും കൊണ്ട് വേറൊരു നാട്ടിലോട്ട് പോയി. അപ്പൊ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കുട്ടികളെല്ലാം പോയി. അപ്പൊ ഈ നാട്ടുകാർക്കെല്ലാം ഭയങ്കരമായിട്ട് വിഷമമായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിനുള്ള ശിക്ഷ തരുന്നതാണ് ഇതിന്റെ ഈ കഥയുടെ അർത്ഥം. ഓക്കെ, താങ്ക് യു.